ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്ട്രീം ഡീപ്പൊന്നും അല്ല, സാധാരണ ഇത്. അപ്പോൾ കാലത്ത് ഇത് 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. 5 മണിക്ക് ഇത് കിച്ചണിലോട്ട് വന്നപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ പെറുക്കി കഴുകിയൊക്കെ വെച്ചിരുന്നതൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ട, എന്ന് വെച്ചാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാലല്ലേ, ഇല്ലെങ്കിൽ പിന്നെയും അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ പാത്രങ്ങൾ കഴുകി കഴുകി കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പാത്രങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കും. അത് എല്ലാ ദിവസവും തന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ക്ലീനിങ് വീഡിയോസ് ഞാൻ എൻ്റെ പഴയ ചാനലിലും ഇടാറില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പഴയ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മേജർ സർജറി കഴിഞ്ഞിരിക്കുവാണ്. എന്നിട്ടും എനിക്കിപ്പോഴും റെസ്റ്റ് ടൈമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. ബാക്ക് പെയിൻ സഹിക്കാൻ വയ്യ. എന്നിട്ടൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സും അതുപോലെ അസ്വസ്ഥമായിരിക്കും. അപ്പം എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ അവിടുന്ന് മാറ്റിയില്ലേ, ഞാൻ ഇപ്പം ഞാൻ ആ TV സ്റ്റാൻഡിൻ്റെ ഒക്കെ പണി ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേലും അവിടെ ആ വൈറ്റ് സോഫയുടെ മേളിൽ മുഴുവൻ ഇങ്ങനെ ഷീറ്റ്സ് വിരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷീറ്റ്സിലൊക്കെ പൊടിയുണ്ട്. ആ ഷീറ്റ്സൊക്കെ ഞാൻ ഇപ്പം മാറ്റി അവിടെയൊക്കെ തുടച്ചതിന് ശേഷം ആ ഷീറ്റ്സൊക്കെ അപ്പം തന്നെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അപ്പം തന്നെ അതങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാലായിട്ട് എളുപ്പമാവും. കാരണം ഞാൻ ബാക്കി ക്ലീനിങ് ചെയ്യുന്ന സമയം കൊണ്ട് ഇത് വാഷ് ചെയ്ത് വരും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പിന്നെ വീട്ടിലും നമ്മൾ ഈ പുറത്ത് പോകുന്ന ഡ്രസ്സസൊക്കെയാണ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് വാഷ് ചെയ്യേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ആവുമ്പോഴത്തേലും വാഷ് ചെയ്യും. അല്ലാതെയുള്ള ഈ ബെഡ്ഷീറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ അപ്പം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങ് വാഷ് ചെയ്തിടും കേട്ടോ. അപ്പം ഇത് TV ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ദിവസമാണ് കേട്ടോ. ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നേ. അപ്പോൾ അന്ന് കുറേ ഇതുണ്ടായിരുന്നു. ഞാൻ പഴയ വീഡിയോയിൽ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ജോലികൾ ഇങ്ങനെയുണ്ട്. അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയ ക്ലീനിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു സിറ്റ് ഔട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഇങ്ങനെ മാറാലയൊക്കെ അടിച്ച് കംപ്ലീറ്റ് ഫർണിച്ചേഴ്സൊക്കെ ഞാൻ ഇത് തൂത്ത് ഇതാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ ഇങ്ങനെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഇതും ഞാൻ കുറച്ച് ടൈം ലാപ്സ് ഇട്ടിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ആക്ച്വലി എനിക്ക് 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തത്. അപ്പം എനിക്ക് ആ 4 മണിക്കൂറിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഒരുവിധം എല്ലാം കാണിക്കുകയും വേണം. എന്നാൽ കുറേ നമുക്കത് ഇതാവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് മാറ്റി. ബാക്കി മുഴുവൻ ഞാൻ ടൈം ലാപ്സ്, അതായത് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാനും പറ്റും. പിന്നെ ഈ സ്പീഡിലിട്ടിട്ട് നമ്മൾ കാണുമ്പോഴത്തേലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ കൂടെ മോട്ടിവേറ്റഡ് ആവും ഇതിങ്ങനെ ചെയ്യുന്നത്, സ്പീഡായിട്ട് ചെയ്തു പോകുന്നത് കാണുമ്പം. അപ്പം എനിക്കും അങ്ങനെ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോഴത്തേലും മോട്ടിവേഷൻ തോന്നാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ അടിച്ചു വരുമ്പോഴത്തേലും ഇപ്പം ആ ഒരു കബോർഡൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ മേൽഭാഗവും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ വലയും പൊടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ അടിക്കുന്ന ആ ഭാഗത്തുണ്ടല്ലോ, അവിടെ ഞാൻ അടിച്ചപ്പോൾ ഒരുപാട് ഇങ്ങനെ മാറാല ഉണ്ടായിരുന്നു.
എന്നിട്ട് ഏറ്റവും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് മേളിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ താഴെ ഇത് കഴിയുമ്പോഴേക്കും മേളിൽ എന്നിട്ട് ചെയ്യുമ്പോഴത്തേലും ഇത് മുഴുവൻ താഴോട്ട് വന്ന് വീഴും. അതുകൊണ്ട് ആദ്യം എല്ലാ റൂംസിലെയും ഞാൻ കയറി ഇട്ട് മേൽഭാഗങ്ങളാണ് കേട്ടോ ആദ്യം എല്ലാം വൃത്തിയാക്കുന്നത്. അതിന് ശേഷമാണ് ഇങ്ങനെ താഴോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച മെഷീനാണ്. അതിനെക്കുറിച്ചുള്ള ഇത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ റൂംസിലെയും അലമാരാസും എല്ലാം ഞാൻ അടിച്ച് ഇതാക്കുന്നുണ്ട്. കാരണം തലേദിവസം ഞാനിങ്ങനെ പോയിട്ട് ഇത് കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴുണ്ട് കണ്ണാടിയിൽ നിറച്ച് പൊടിയേ. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചപ്പോൾ അതിൽ എനിക്കറിയത്തില്ല, അത് ഒരുമാതിരി കറുത്ത കളറിലാണ് വന്നത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ക്ലീൻ ചെയ്തിടണം. അങ്ങനെ ക്ലീൻ ചെയ്താട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഇത് ദീപ്തി എൻ്റെ മൂത്ത മോളുടെ ബെഡ്റൂമാണ്. അപ്പോൾ പിള്ളേരില്ലാത്തപ്പോഴും ഇടയ്ക്ക് പൊടിയൊക്കെ ആവുമല്ലോ, അപ്പോൾ ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് നമ്മൾ റൂം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേൽ അതിനോടൊപ്പം ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ റൂം നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ കാണുമ്പോഴും അതെ ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടു ആ സൈഡ് ടേബിളൊന്നും മാറ്റിയിട്ട് ആരും അടിക്കാറൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരും അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്താലേ അതൊക്കെ നടക്കത്തുള്ളൂ. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയാവുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ എന്താ പറയുന്ന ക്ലീനിങ് ഒക്കെ ഇങ്ങനെ കുറച്ച് എന്താ പറയുന്ന ക്ലീനിങ് ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഓരോ മുക്കും മൂലയും വൃത്തിയായിരിക്കണം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ചെയ്യും. അതിപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർക്ക് അങ്ങനെയൊന്നും അറിയണം എന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്യുന്നു. അപ്പോൾ ഇത് റൂം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരിതാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് ഇതെൻ്റെ ദിവ്യമോളുടെ റൂമാണ്. ഇതിൽ ഞങ്ങളിപ്പോൾ പണിയൊന്നും ചെയ്തിട്ടില്ല, അവൾ വരാറാവുമ്പോൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സാഞ്ചേട്ടനാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്, സാഞ്ചേട്ടൻ്റെ ഓഫീസ് ഇതായിട്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോരം വലിച്ചു വാരി ഇങ്ങനെ എത്ര നമ്മൾ അടുക്കി വെച്ചിരുന്നിരുന്നാലും സാഞ്ചേട്ടന് 24 മണിക്കൂർ ഭയങ്കര വർക്കഹോളിക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പേപ്പേഴ്സ് എടുക്കും, അതെടുക്കും, ഇതെടുക്കും, ഇതെല്ലാം അവിടെ ആയിട്ട് ഇങ്ങനെ നിറച്ച് വെക്കും. ഞാനിങ്ങനെ ഈ ടൈം ലാപ്സിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പകുതി മനസ്സിലാവുന്നില്ല ഞാൻ എന്തോരം അതിൻ്റെ അകത്ത് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പേഴ്സൊക്കെ അത് സാഞ്ചേട്ടൻ്റെ കുറ്റമല്ല, സാഞ്ചേട്ടൻ സ്പീഡായിട്ട് ഇങ്ങനെ എടുക്കുകയും ഇതാക്കുകയും ചെയ്യുമ്പോൾ പുള്ളി അത് അവിടെ തന്നെ വെക്കും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക്, പിന്നെ പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങൾ ഒരുപാട് പേരിങ്ങനെ അടുക്കലും ഒതുക്കലും ഒക്കെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ഞാൻ വഴക്കിടാനോ ഒന്നും പോകില്ല. ഇപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ ആ തുണി ഉണ്ടല്ലോ ആദ്യം ഇട്ടിരുന്നത്, അത് വാഷായി കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത് ഡ്രയറിലിട്ടിട്ട് അടുത്ത് വീണ്ടും റൂമിലോട്ട് വന്ന് മേളത്തെ പൊടിയൊക്കെ അടിക്കുവാണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഞാനങ്ങനെ മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കിടുമായിരുന്നു. ഞാൻ വെച്ച ഒരു സാധനം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടത് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് നമ്മൾക്ക് കുറേ മാറ്റങ്ങൾ വരുത്തും. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഒച്ചയെടുത്ത് നമ്മൾ അവരുടെ അടുത്ത് ഇത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞാൻ വെച്ചത് എന്തിനാ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞ് കുറേ വഴക്കിടുമ്പോഴത്തേൽ നമ്മുടെ എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത്. അവർ മനഃപൂർവ്വമല്ല, ചിലപ്പം അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ അത് ചെയ്തു പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കിപ്പോൾ ഉണ്ടായി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം സാഞ്ചേട്ടൻ എന്ത് ചെയ്തിട്ടാലും ചിലപ്പോൾ ഞാൻ പറയും, എന്താ സാഞ്ചേട്ട ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടിരുന്നാലും സാഞ്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. എന്നാലും കഴിവതും ഞാനത് തന്നെ ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്,
പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു റിലീഫാണത്. കാരണം അത് മാത്രം ചെയ്താൽ മതിയല്ലോ. ഇത് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ മനസ്സിൻ്റെ സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരുന്നതും സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നതും ഞാനാണ്. നമ്മൾ വഴക്കിടുന്ന ആരുടെ അടുത്താണോ അത് വഴക്കിടുന്നത് അവർക്കതൊരു പ്രശ്നമേ അല്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനങ്ങനെ ഇപ്പം ഇത് പോകാറില്ല. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കിടന്നാൽ ഞാനത് ശരിയാക്കി ഇട്ടിട്ട് ഞാനങ്ങ് പോകും. അതുകൊണ്ട് നല്ല ഒരു പീസാണ് എനിക്കും വീടിനും നല്ല സമാധാനം. അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോഴത്തേക്ക് ഈ കട്ടിലിൻ്റെ അടിഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വരണം കേട്ടോ. എൻ്റെ ഹെൽപ്പർ വന്നിട്ട് അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ അടിച്ചു വാരിയപ്പോൾ നിറച്ച് പൊടിയായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ അതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവരോട് നമുക്ക് അത് ഇത് ഇങ്ങനെ എനിക്ക് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് എന്നെക്കൊണ്ട് ഒട്ടും പറ്റൂല അങ്ങനെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനായിട്ട്. അതിലും എളുപ്പമാണ് എനിക്ക് ഞാൻ ചെയ്യുന്നത്. അത് പിന്നെ അവരെന്തേലും ചെയ്യട്ടെ, അവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്തു പൊയ്ക്കോട്ടെ. അത് കഴിയുമ്പോഴത്തേൽ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നും അപ്പം ചോദിക്കും എന്തിനാ അപ്പം പിന്നെ ഹെൽപ്പറെന്ന്. എന്നും എൻ്റെ ആരോഗ്യം ഇതുപോലെ ഇരിക്കത്തില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളും ഇതൊക്കെ വരില്ലേ, അസുഖങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ നമുക്കതൊരു വലിയ ആശ്വാസമല്ലേ. അതിനുമാണ് ഞാനിങ്ങനെ ഹെൽപ്പറിനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയയിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഫർണിച്ചേഴ്സൊക്കെ വെള്ളയല്ലേ, അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫർണിച്ചേഴ്സ് ഇങ്ങനെ വൈറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കിച്ചണും കൂടെ വൈറ്റ് ആക്കണം എന്നുള്ളതാണ്. അതെപ്പോൾ സാധിക്കും എന്നറിഞ്ഞുകൂടെ. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ആണ് ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഞാൻ തുടങ്ങിയ പണിയാണ് കേട്ടോ. 9-9:30 പകൽ അത് തീരാനായിട്ട്. അപ്പോൾ എൻ്റെ ബെഡ്റൂമാണ് സാധാരണ ഫസ്റ്റ് ഞാൻ ചെയ്യാറ്. പക്ഷെ സാഞ്ചേട്ടൻ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള റൂംസൊക്കെ ചെയ്തു. എഴുന്നേറ്റതിന് ശേഷമാണ് ഇങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് വന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ അത് അതിൻ്റെയും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെയും ഷീറ്റ്സൊക്കെ അപ്പം തന്നെ മാറ്റണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നിന്നിട്ട് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഒരു ശ്വാസത്തിൽ നിന്ന് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇല്ല ഇത് ഇത്രയും ചെയ്താൽ മതി ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ അലമാരയിലായിരുന്നു ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി വന്നത്. അപ്പോഴും ഞാൻ തീരുമാനിച്ചതാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പൊടി ഇതാക്കി എടുക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴത്തേൽ അതൊന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കാണുന്നവർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് അവർക്കും അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മേളത്തെ ഈ നിറച്ച് മാറാല ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ അടിച്ചു വാരി എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഫർണിച്ചേഴ്സും പൊടിയൊക്കെ തുടച്ച് ഇതായതിനു ശേഷമാണ് ഞാൻ ഉടനെ ബെഡ്ഷീറ്റ്സും മാറ്റുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല കാണുമ്പോൾ ഇതിൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നെങ്കിലും കുറച്ച് ഇത് നല്ല സ്ട്രെയിൻ ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 hours എടുത്ത് 4.5 hours എടുത്തു. പിന്നെ നല്ല ബാക്ക് പെയിനും ഉള്ള സമയമാണ്. പിന്നെ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും എന്തിനാ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പോണേന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീട് കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര വയ്യെങ്കിലും ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ മക്കൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പറയും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, അമ്മ ചെയ്യുന്ന കുക്കിങ്ങും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുക്ക് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാളെങ്കിലും അത് അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ആൺകുട്ടികളടക്കം ഇരുന്ന് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് അതുപോലെ അവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വിജയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ഇതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് വേറെ ഒരു ബെനിഫിറ്റും ഇല്ല കേട്ടോ. എൻ്റെ പഴയ ചാനലിൽ നിന്നുമില്ല, പുതിയ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് ഇത് മറ്റുള്ള ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ബെഡ്റൂമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബെഡ്റൂമിൻ്റെ ആ ഒരു ഇത് കാണുമ്പം ആർക്കാ ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടാത്ത. പിന്നെ ഞാൻ നേരെ വന്നത് വാഷ് ബേസിൻ്റെ അവിടെയാണ്. അതും അതെ, വേറെ ആരും ക്ലീൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് എൻ്റെ പഴയ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനത് കഴുകിയിട്ട്. വേറെ ബ്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ ബ്രഷ് വെച്ച് കഴുകുമ്പം അത്ര എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു സ്പോഞ്ച് വെച്ച് കഴുകി ഗ്ലൗസ് ഇട്ടിട്ട് കഴുകാമായിരുന്നു എന്ന് ഇത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു. പക്ഷെ ആ തിരക്കിലുണ്ടല്ലോ, ധൃതിയിലല്ലേ നമ്മളിങ്ങനെ പണി ചെയ്ത് പോകുന്നത്, അപ്പോഴേക്കും ഗ്ലൗസ് നോക്കാനും എടുക്കാനും ഒക്കെ മറന്നു പോയതാ കേട്ടോ. പിന്നെ അതെടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം മടി വന്നങ്ങ് ഇരുന്ന് പോയാലും അതും ഒരു റീസണാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് അത് ഒരിക്കലും ഞാനത് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ എന്താ പറയുന്നത്, ഇത് ഗ്ലൗസ് ഒന്നും ഇടാതെ ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അടുത്ത തുണി ഡ്രയറിൽ നേരത്തെ ഇട്ടത് ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ്സ് മാറ്റിയതും കൂടെ ഞാൻ അടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് കിച്ചണിലോട്ട് വന്നു. അപ്പോൾ കിച്ചണും കൂടെ ക്ലീൻ ചെയ്ത് ഇത് അയക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയല്ലോ. അപ്പം ഞാൻ ഓരോ സാധനങ്ങളായിട്ട് മാറ്റി വെച്ചിട്ട് ഇത് കോളിൻ്റെയോ അങ്ങനെ എങ്ങാണ്ട് ഒരു സ്പ്രേ ആണ് കേട്ടോ അത് വെച്ചിട്ടാണ് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത്. പിന്നെ ഇന്ന് വീടിൻ്റെ ഈ റൂംസും കിച്ചണും ഒക്കെ മാത്രമേ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ. ബാത്റൂംസ് ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂംസ് ഒക്കെ പഴയ ബാത്റൂമാണ്. അപ്പം അതിൻ്റെതായ ഒരു ഞാൻ ഇപ്പം അതിൽ ഇതാക്കുന്നില്ല. പിന്നെ കുറച്ച് ടൈൽസൊക്കെ ഒരു മങ്ങലൊക്കെ വന്നു. ഇപ്പം പിന്നെ ഞാനും കൂടെ ശ്രദ്ധിക്കാതായ പിന്നെ ആകെ ഇതായിട്ട് കിടക്കുവാണ്. ഒരു ദിവസം ഇനി ബാത്റൂമും കൂടെ കയറി ക്ലീൻ ചെയ്യണം എന്നുണ്ട്. അതും എപ്പോഴാണെന്ന് അറിയത്തില്ല. ചെയ്യുമ്പോഴത്തേല് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇതാണ് പ്രശ്നം, ഒന്ന് ക്യാമറ പോലും മാറ്റി വെച്ച് തരാൻ ആരുമില്ല. അപ്പം നമ്മൾ അല്ലാതെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇത് ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയും കൂടെ എടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്കതൊരു വലിയ സന്തോഷമാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരോടും വീണ്ടും വീണ്ടുമായിട്ട് പറയുവാണ്, ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കിച്ചണും ഇങ്ങനെ പിന്നെ ഈ കിച്ചണിൻ്റെ നമ്മുടെ ഈ സിങ്ക് ഉണ്ടല്ലോ, ഇതും ഞാൻ ഒരു ദിവസത്തെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകി ഇടും. കാരണം അതിൻ്റെ അകത്തല്ലേ പാത്രങ്ങൾ കഴുകുന്നത്. അപ്പോൾ പാത്രങ്ങൾ കഴുകി കഴിയുമ്പോഴത്തേല് അതിൻ്റെ അകത്തൊരു എണ്ണമയം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലീനിങ്ങിലോട്ട് വന്നു കഴിയുമ്പോഴത്തേല് ഈ ഒരു ക്ലീനിങ് അതൊരു ഡിസീസായി, ഡിസീസല്ല, അതൊരു നല്ല കാര്യമാണ്. ക്ലീനിങ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചും അവിടെ വൃത്തിയാക്കാൻ തുടങ്ങും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ 2 മക്കളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലായിരുന്നപ്പം ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അവർ രണ്ടുപേരും കാനഡയിലാണ്. അപ്പോൾ അവർ ഇപ്പം അവിടെ ചെയ്യുന്ന എൻ്റെ മോളൊക്കെ വീടിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോവും. ഞാൻ വിചാരിക്കും, ദൈവമേ, എൻ്റെ വീട് മുഴുവൻ വൃത്തികേടായിട്ടാണല്ലോ കിടക്കുന്നതെന്ന്. അത്ര നീറ്റായിട്ടാണ് അവർ വീട് വെക്കുന്നത്. അപ്പം അതും അപ്പം എൻ്റെ മോൾ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അമ്മ അവള് ക്രിസ്മസിൻ്റെ ഉള്ള ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ദീപ്തി മൂത്ത ആളാണേ. അപ്പോൾ അവള് എന്നിട്ട് എനിക്ക് വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേല് കാണിച്ചു തന്നു അവള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി.
അത്ര ഭംഗിയായിട്ട്. അപ്പം ഞാൻ അവരോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. അവര് ചെയ്യുന്ന കാര്യങ്ങളും, അവര് വീട് വെച്ചിരിക്കുന്നതും, അവരുടെ വീടിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചു തരാൻ. എങ്കിൽ ഞാന് ഇത് എൻ്റെ ഈ ചാനലിൽ കൂടെ നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അത്രയും ഒരു ഇത് ക്ലീനായിട്ട്. എന്നിട്ട് അവള് പറഞ്ഞതാ, എൻ്റെ 2 മക്കളും പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ. എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ മമ്മിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നല്ല ഗുണങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഇത് ഞാൻ ക്ലീനിങ് താഴെയുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മേളിൽ അടിക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അത് മറന്നു പോയായിരുന്നു. അപ്പോൾ ഓർത്തപ്പോഴത്തേല് പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പുറത്തെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ താഴത്തത് ക്ലീൻ ചെയ്തതിന് ശേഷം മേളില് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാണ്. വീണ്ടും നമ്മള് താഴെ തുടച്ചിട്ടിടവും ക്ലീൻ ചെയ്തിടവും ഒക്കെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. കാരണം മേളില് ചെയ്യാനായിട്ട് മറന്നുപോയി. പിന്നെ അപ്പോഴേക്കും ക്ഷീണിച്ചു പോയി, തളർച്ച കൊണ്ടായിരിക്കും അങ്ങനെ മറന്നുപോയത്. അപ്പോൾ അതെല്ലാം പിന്നെയും ഒന്നേന്നൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത്തപ്പഴവും പുഴുങ്ങി മുട്ടയും പുഴുങ്ങി, അതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മൾ ഈ ഓവർ ക്ലീനിങ്ങും ഇതൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോയില്ലേ. അപ്പോഴത്തേല് ഇങ്ങനെ ഫുഡിൽ എന്തെങ്കിലും ഒരു ഇത് വരുത്തും. മുന്നേ ഇങ്ങനെയുള്ള ചെറിയ ഫുഡായിട്ട് ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ അന്ന് വേറെ എന്തെങ്കിലും ഓട്സോ വല്ല ഇതിലും നിർത്തും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വലിയ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ കറികളും ഇതെല്ലാം ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള കിച്ചണിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ഇത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.